Hello my dear students, welcome to Teacher at Home. Today we can start the new chapter, that is the fourth chapter, through the Alimentary Canal. First we can read the paragraph. Sensing the smell of a plantain, Fatuma Scott made her appearance before me. I peeled off the skin and ate the plantain. Seeing me eating something, Uma's refugees cats too appeared there. The hens trotting under Uma's care also came. I gave the peel of the plantain to Patuma's goat. The goat stood there expecting more. That is, വാഴപ്പഴത്തിന്റെ മണം കേട്ടിട്ട് പാത്തുമ്മയുടെ ആട് എന്താ ചെയ്യുക? ഹി കെയിം ബിഫോർ മീ അല്ലേ, മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അവൻ എന്താ ചെയ്ത്? പീൽഡ് ഓഫ് ദ സ്കിൻ ആൻഡ് എയ്റ്റ് ദ പ്ലാന്റൈൻ. പഴം കഴിച്ചിട്ട് വാഴത്തൊലി ആർക്കാ കൊടുക്കണ്ടേന്ന് വെച്ചിട്ട് നോക്കിയിട്ടിരിക്കുക. അപ്പൊ ഉമ്മയുടെ പെറ്റ്സ് ഏതൊക്കെയാണ്? കാറ്റ്സ് ആൻഡ് hen also came. At that time he gave that plantain. വാഴപ്പഴം ആർക്കാ കൊടുത്തത്? പാത്തുമ്മയുടെ ആടിനാണ്. This is from the novel of വൈക്കം മുഹമ്മദ് ബഷീർ, that is പാത്തുമ്മയുടെ ആട്. Why is the peeled skin of plantain gave to the goat and not to the cat or hens? അതായത് എന്തുകൊണ്ടാണ് തൊലി ആടിനും മാത്രം കൊടുത്തത്, പൂച്ചയ്ക്കും കോഴിക്കൊന്നും കൊടുക്കാതെ? വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഫുഡ് ദാറ്റ് ഗോട്ട്സ് ഈറ്റ്? അപ്പോൾ ആടുകളുടെ ഭക്ഷണ രീതി ഏതൊക്കെയാണ്? അതർ ഓർഗാനിസംസ് ഇൻ ദ സറൗണ്ടിങ്സ് ഓൾസോ ടേക്ക് ഫുഡ് അല്ലെ. വേറെ ജീവജാലങ്ങളും ഈ പ്രകൃതിയിൽ ഭക്ഷണം എടുക്കാറുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. അതിന്റെ പിക്ചർ ഒന്ന് നോക്കുക അല്ലെ. ഇപ്പൊ ഇവിടെ ലൈൻ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ഹണി നെക്ടർ അല്ലെ, ഹണി സക്ക് ചെയ്ത് കുടിക്കുകയാണ്. പിന്നെ സ്ക്യൂരൽ, ഇറ്റ് ഈസ് ഈറ്റിംഗ് ഗുവ അല്ലെ, പേരയ്ക്ക എടുത്ത് കഴിക്കണു. പിന്നെ കൗ ഗ്രേസിങ് ഓൺ ദ ഫീൽഡ്, അല്ലെങ്കിൽ പുല്ല് തിന്നണു. പിന്നെ പുഴുവെന്താണ്? ഇലകളാണ് അതിന്റെ ഭക്ഷണം. മീന് വെള്ളത്തിൽ അല്ലെ. ഡു ഓൾ ഓഫ് ദം ഈറ്റ് ദ സെയിം ഫുഡ്? എല്ലാം ഒരേ തരത്തിലുള്ള ഭക്ഷണമാണോ എടുക്കുന്നത്? വാട്ട് ഈസ് ദ ഡൈവേഴ്സിറ്റി സീൻ ഇൻ ദ മോഡ് ഓഫ് പ്രൊക്യൂറിംഗ് ഫുഡ്? എന്ത് വ്യത്യസ്തതയാണ് നമ്മൾ കാണുന്നത്? ഈ തീറ്റയിലൊക്കെ എന്ത് വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്? കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ അണ്ടർ യുവർ സയൻസ് ഡയറി. എന്നിട്ട് ഇത് പാരഗ്രാഫ് ഫിൽ ചെയ്തിട്ട് നമ്മൾ സയൻസ് ബുക്കിൽ എഴുതണം. സി ഓർഗാനിസം ആൻഡ് ദ ഫുഡ്. ഓർഗാനിസം കാറ്റർപില്ലർ, ഫുഡ് ലീഫ്, മോഡ് ഓഫ് ഫീഡിംഗ് നിബിൾസ് അല്ലെ. കാറ്റർപില്ലർ മെയിൻലി ഫീഡ് ഓൺ ലീഫ്, ലീഫിലാണ് അത് ഫുഡിന് വേണ്ടി ഇരിക്കുന്നത്. പിന്നെ എന്താണ്? അത് ചെറിയ പൊട്ടുപൊട്ടായിട്ടാണ് എടുക്കാറ്. ന്യൂട്രീഷൻ. ഓൾ ഓർഗാനിസംസ് നീഡ് ഫുഡ്. എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ്? ഭക്ഷണം ആവശ്യമാണ്. ദ ഫുഡ് ആൻഡ് ദ മോഡ് ഓഫ് പ്രൊക്യൂറിംഗ് ഇറ്റ് ഡിഫർ ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം. ഭക്ഷണവും അതിന്റെ ഓരോ മെത്തേഡും അല്ലെ, ഓരോ മെത്തേഡ് ഇറ്റ് ഡിഫർ ഫ്രം ഓർഗാനിസം. ഓരോ ജന്തുക്കളിൽ നിന്ന് വേറെ ജന്തുക്കളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ദ പ്രോസസ് ഓഫ് ഇൻടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫുഡ് ബൈ ഓർഗാനിസം ഈസ് കോൾഡ് ന്യൂട്രീഷൻ. അപ്പൊ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻടേക്ക്, ഭക്ഷണം എടുക്കുന്നതും യൂട്ടിലൈസേഷൻ ഓഫ് ഫുഡ് ബൈ ഓർഗാനിസംസ്, പല ജന്തുക്കളും അത് ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ന്യൂട്രീഷൻ എന്ന് പറയാ. പ്ലാന്റ് ആർ ഓൾസോ ഓർഗാനിസം. പ്ലാന്റ്സ് അല്ലെ, ചെടികൾ എന്താണ്? ജീവജാലങ്ങൾ തന്നെയാണ്. ഡോണ്ട് ദേ ഓൾസോ റിക്വയർ ഫുഡ്? അവർക്കും ഈ ഭക്ഷണം ആവശ്യമില്ലേ? യെസ്. ഡു യു നോ വാട്ട് പ്രോസസ് ഇസ് ഇൻഡിക്കേറ്റ് ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ കാണുമ്പോൾ നമ്മൾക്ക് ഏത് പ്രോസസ്സാ ഓർമ്മ വരുന്നത്? Yes, it is photosynthesis. Photosynthesis with the presence of leaf, with the presence of sunlight, then carbon dioxide, then what? Chlorophyll. They are able to prepare their food and release oxygen and glucose. Roots contain water and minerals. Do you know what process is indicated in the picture? What are the factors required for photosynthesis? We have already told. Sunlight, chlorophyll, carbon dioxide ഒക്കെ വേണം. Which is a gas received by plants during photosynthesis? Carbon dioxide ആണ് അവർ റിസീവ് ചെയ്യണത്. പിന്നെ ഗീവ് ഔട്ട് ചെയ്യണത് എന്താണ്? ഓക്സിജൻ. ഗ്രീൻ പ്ലാന്റ്സ് ഡു നോട്ട് ഡിപെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ് അല്ലെ. പ്ലാന്റ്സ് എന്താണ്? വേറെ ഓർഗാനിസംസിന് ഫുഡിന് ഡിപെൻഡ് ചെയ്യാറില്ല. ദേ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. അവരുടെ ഭക്ഷണം സ്വയം ഉണ്ടാക്കിയാണ്. ഹെൻസ് ദേ ആർ കോൾഡ് ഓട്ടോട്രോപ്സ്. സ്വയം ഉണ്ടാക്കുന്നതിന് കൊണ്ടാണ് അവരെ നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോട്രോപ്പ് എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ദർ ആർ ഓർഗാനിസംസ് വിച്ച് ആർ അണേബിൾ ടു സിന്തസിസ്. മറ്റ് ഓൺ ദ അതർ ഹാൻഡ് ദർ ആർ ഓർഗാനിസം, ചില ഓർഗാനിസം ഉണ്ട് അല്ലെ, അവർക്ക് അവരുടെ ഭക്ഷണം ഒറ്റയ്ക്ക് പാകം ചെയ്യാൻ പറ്റില്ല. therefore ഡിപെൻഡ്. അപ്പൊ വേറെ ഓർഗാനിസംസിൽ അത് ഡിപെൻഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹെറ്ററോട്രോപ്പ് എന്ന് പറയാറ്. ഓട്ടോട്രോപ്പ് പറയുമ്പോൾ സ്വയം ഭക്ഷണം പാകം ചെയ്യും. ഹെറ്ററോട്രോപ്പ് ഡിപെൻഡ് ഓൺ അതർ ഓർഗാനിസം ഫോർ ഫുഡ്. ഹാവൻറ്റ് യു ലേൺഡ് earlier about parasitic plants, saprophytes, etc? നമ്മൾ പാരസിറ്റിക് പ്ലാന്റും സാപ്രോഫൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടില്ലേ? ആദ്യത്തേത് സാൻഡിൽവുഡ്, ചന്ദന മരത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഗ്രോത്ത്, അതിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അതെന്താ ചെയ്യുക? വെള്ളവും ഭക്ഷണവും ഒക്കെ വേരിൽ നിന്ന് മറ്റ് ചെടികളിൽ നിന്ന് അത് വലിച്ചെടുക്കും. മോണോട്രോപ്പ അല്ലെ, ഇറ്റ് ടേക്സ് ഫുഡ് ഫ്രം ഡീക്കേഡ് ഓർഗാനിക് റിമെയിൻസ്. അപ്പൊ ചീഞ്ഞ വസ്തുക്കളിൽ നിന്നൊക്കെ ഭക്ഷണം എടുത്ത് സ്വയം രൂപപ്പെടുന്നതാണ് എന്ത്? മോണോട്രോപ്പ. ലോറാന്തസ്, ഇത്തിൽക്കണ്ണികളില്ലേ,
ഇത്തരത്തെ കണ്ണികൾ എന്താ ചെയ്യുക? ഫോർ വാട്ടർ ആൻഡ് മിനറൽസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലാന്റ്സ് ഓൺ വിച്ച്, ഏത് മരത്തിലാണോ അത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് ആ മരത്തിന്റെ വെള്ളവും ഭക്ഷണവുമാണ് അത് വലിച്ചെടുക്കുന്നത്. ക്രിസ്കുട്ട, ദാറ്റ് ഈസ് മൂടില്ലാത്ത ആളി. ഫോർ ഫുഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലാന്റ് ഓൺ വിച്ച് ഇറ്റ് ലീവ്സ്, അതായത് ഏത് പ്ലാന്റിലാണോ അത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ആ പ്ലാന്റിൽ നിന്നാണ് അത് ഫുഡും വാട്ടറും ഒക്കെ എടുക്കാറ്. വാട്ട് മേ ബി ദ റീസൺ ഫോർ ഡ്രൈയിങ് അപ്പ് ഓഫ് എ ബ്രാഞ്ച് ഓൺ വിച്ച് ലോറാന്തസ് ഗ്രോസ്, ലോറാന്തസ് ജീവിക്കുന്ന ഒരു പ്ലാന്റ് അതിന്റെ കൊമ്പ് വാടാൻ കാരണം എന്തായിരിക്കും? ബിക്കോസ് അതിന് ഫുഡും വെള്ളവും കിട്ടാതെ അത് വാടി പോകും. യു നോ ഹൗ ഓർഗാനിസം ലൈക്ക് മഷ്റൂംസ് വിച്ച് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫംഗൈ ഒബ്റ്റൈൻ ഫുഡ്, അല്ലെ? ഈ കൂണൊക്കെ അതിനെങ്ങനെയാണ് ഭക്ഷണം ലഭിക്കാറ്? ഇൻ വിച്ച് ഗ്രൂപ്പ് വിൽ യു ഇൻക്ലൂഡ് ദം ഇൻ ദ അബൌട്ട്, ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾ അതിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറ്? ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ദർ ആർ പാരസൈറ്റ് എങ്ങ ആനിമൽസ് ടു, അല്ലെ? മൃഗങ്ങളിലും എന്തുണ്ട്? പാരസൈറ്റ്സ് ഉണ്ട്. അതായത് ഏതൊക്കെയാണ്? ലവ്സ്, ദാറ്റ് ഈസ് പേന്, പിന്നെ വേംസ്, അല്ലെ? വിര, then flea, ഈച്ച, അല്ലെ? ലവ്സ് ആൻഡ് ഫ്ലീർ ആർ എക്സ്റ്റേണൽ പാരസൈറ്റ്സ്. ഇതൊക്കെ എന്താണ്? പുറമേയുള്ള പാരസൈറ്റ്സ് ആണ്. ബട്ട് വേം ഇസ് ആൻ ഇന്റേണൽ പാരസൈറ്റ്. വേം എന്ന് പറയുന്നത് ഇന്റേണൽ പാരസൈറ്റ് ആണ്, അല്ലെ? ദാറ്റ് ഈസ് വിരശല്യം ഒക്കെ ഇട്ടിട്ടില്ലേ? ഡു പാരസൈറ്റ് ഹാം ദ ഹെൽത്ത് ഓഫ് ദ ഓർഗാനിസം, അല്ലെ? അവർ ഹെൽത്ത്, കാരണം ദേ ഡിപ്പെൻഡ് ഓൺ ദാറ്റ് ബോഡി ഫോർ ദെയർ ഫുഡ്. അപ്പൊ ടേക്ക് മെഡിസിൻ വൺസ് ഇൻ 6 months ടു പ്രിവെന്റ്. വിരശല്യം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് 6 മാസത്തിൽ ഒരിക്കൽ മരുന്ന് എടുക്കണം. അതായത് സ്കൂൾ ഹെൽത്ത് ക്ലബാണ് പറയുന്നത്. Predators of the plant world. Don't you know the factors on which the plants depend on the synthesis of their own food? അപ്പൊ ചില ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെ? എന്താണ്? പ്ലാന്റ്സിന് അവരവർ തന്നെ സിന്തസൈസ് ചെയ്യുക, ഫുഡ് ഓൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, ക്യാപ്ചർ ഫ്ലൈ ചെയ്യുക, അല്ലെ? അതിന് വൺ സച്ച് ഓർഗാനിസം ഈസ് വീനസ് ഫ്ലൈ ട്രാപ്പ്. ദെൻ സൺഡ്യൂ പ്ലാന്റ് ഉണ്ട്, പിക്ചർ പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ കാറ്റഗറൈസ് ആണ്. ദേ ആർ നോൺ ആസ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇൻസെക്റ്റിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി ഉള്ള പ്ലാന്റ്സ് ആണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. They are given the name because they catch insects. Photosynthesis take place in these plants. ഇതിൽ എന്താ ഉണ്ടാവുക? ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കും. Then why do they catch insects? എന്തുകൊണ്ടാണ് അവർ ഇൻസെക്ട്സിനെ ക്യാച്ച് ചെയ്യുന്നത്? Elements like carbon, hydrogen, phosphorus, nitrogen, sulfur, calcium and iron are required for the plants in large quantities. അപ്പോൾ പ്ലാന്റ്സിന് അവരുടെ ഗ്രോത്തിന് ആവശ്യമായ എലമെന്റ്സ് ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽഷ്യം, അയൺ. ഇതൊക്കെയാണ് അവർക്ക് ധാരാളമായിട്ട് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ളത്. യു നോ ദാറ്റ് certain bacteria present in the soil, അല്ലെ? മണ്ണിൽ പ്രസന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഏതാ? അസറ്റോബാക്ടറും നൈട്രോബാക്ടറും ആണ് മണ്ണിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അവരുടെ മെയിൻ പ്രോപ്പർട്ടി എന്താണ്? കൺവേർട്ട് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഇൻ ടു നൈട്രേറ്റ്സ്, അല്ലെ? മണ്ണിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന നൈട്രജൻ, അറ്റ്മോസ്ഫറിക് നൈട്രജനെ നൈട്രേറ്റ് ആക്കുകയാണ് ഈ ബാക്ടീരിയയുടെ പ്രോപ്പർട്ടി. മേ നോട്ട് ബി പ്രസന്റ് ഇൻ സോയിൽ വിത്ത് ഹൈ അസിഡിറ്റി, അതായത് ഹൈ അസിഡിക് കണ്ടീഷനിൽ വളരുന്ന സോയിലില് ഈ ബാക്ടീരിയ പ്രസന്റ് ആവില്ല. സോ plants which grow in such soil do not get, അപ്പൊ എന്താവും? ഓട്ടോമാറ്റിക്കലി അവർക്ക് ഹൈഡ്രജൻ ലഭിക്കില്ല. It is to overcome the situation that such plants acquire the ability to, അപ്പൊ ഇത് മറികടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? ആ പ്ലാന്റ്സ് ഈ ഇൻസെക്ട്സിനെയൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത്. They obtain the required nitrogen through the digestion of the bodies of this insect. അപ്പൊ by digestion of the body, that is when they are taking the insects, they are directly absorbing the nitrogen from the atmosphere. Food in humans, the energy. So what we have told in this paragraph is that elements, അല്ലെ? പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ഏതൊക്കെ എലമെന്റ്സ് ആവശ്യമാണ്? കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, ദെൻ ഫോസ്ഫറസ്, സൾഫർ, കാൽഷ്യം ആൻഡ് അയൺ. ഇത് ലാർജ് ക്വാണ്ടിറ്റീസിൽ ആവശ്യമാണ്. പിന്നെന്താ? certain പ്ലാന്റ്സിൽ എന്താവും? ബാക്ടീരിയ തന്നെ പ്രസന്റ് ഇൻ ദ സോയിൽ ഉണ്ടാവും. അവർ ഈ നൈട്രജനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബട്ട് പ്ലാന്റ്സ് വിച്ച് ഇസ് ഗ്രോയിങ് ഇൻ അസിഡിക് കണ്ടീഷൻ, അസിഡിക് കണ്ടീഷനിൽ വളരുന്ന പ്ലാന്റ്സിൽ എന്താണ്? ഇത് ലഭ്യമാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഇൻസെക്ട്സിനെ ക്യാപ്ചർ ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള നൈട്രജൻ അതിൽ നിന്ന് ശേഖരിക്കുകയാണ് പതിവ്, അല്ലെ? ഫുഡ് ഇൻ ഹ്യൂമൻസ്. The energy required for life activities is obtained from food. Let us examine the changes that food undergoes within our body. ഏതൊക്കെ ചേഞ്ചസ് ആണ്? Food first reaches the mouth, doesn't it? First food എവിടെ റീച്ച് ചെയ്യണം? It is in the mouth. What changes does the food undergo inside the mouth? അപ്പൊ മൗത്തില് നമ്മുടെ ഫുഡ് എന്തൊക്കെ പ്രോസസ് ആണ് അണ്ടർഗോ ചെയ്യുന്നത്? What role do? അപ്പൊ അതിൽ എന്തൊക്കെയുണ്ട്? ലിപ്സ് ഉണ്ട്, പിന്നെ ടീത്ത്, ടങ്, അല്ലെ? ഇതിലെല്ലാം ഇതിന് ഓരോ റോൾ ഉണ്ട്. ചേഞ്ചസ് ഇൻ യുവർ ഓൺ വൈൽ മേക്കിംഗ് ഫുഡ് ആൻഡ് റൈറ്റ് ഡൗൺ ദിയർ ഒബ്സർവേഷൻ. എന്തൊക്കെയുണ്ട്? മൗത്ത്, ലിപ്സ്, ടങ് ആൻഡ് ടീത്ത്. ഡൈജഷൻ ഓഫ് ഫുഡ് സ്റ്റാർട്ട് ഫ്രം ദ മൗത്ത്. അപ്പൊ വായിൽ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് എൻസൈംസ് ഇൻ ദ സലൈവ എനേബിൾ ദ പ്രോസസ്. അപ്പം എന്താണ്? ഡൈജസ്റ്റീവ് എൻസൈം, സലൈവയിലുള്ള ഡൈജസ്റ്റീവ് എൻസൈം ആണ് ഈ ഒരു പ്രവൃത്തിയെ നമ്മെ സഹായിക്കുന്നത്. Tooth is the എന്താണ്? hardest part of human body is tooth. Nevertheless, it is easily prone to damage if not given proper care. അപ്പം നമ്മൾ ശരിയായ
ശുശ്രൂഷ അതിന് നൽകിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് പെട്ടെന്ന് നശിച്ചു പോകും. Why does the tooth, which does not decay even when buried for long in the earth, decay easily inside the mouth? അതായത് നമ്മളുടെ പല്ലുണ്ടല്ലോ, it does not decay even when അതായത് മണ്ണിനടിയിൽ കുഴിച്ചിട്ട് പോലും കുറെ കാലത്തേക്ക് അത് ഡീക്കേ ആവാതിരിക്കും ഇൻസൈഡ് ദ മൗത്ത്. അപ്പൊ ഇതിന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. ആസ് യു നോ, മാർബിൾ എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് മെറ്റീരിയൽ ആണ് അല്ലെ? Put a small pieces of marble in dilute hydrochloric acid. അതായത് മണ്ണിന്റെ അടിയിൽ വെക്കുമ്പോഴും അത് പെട്ടെന്ന് നശിച്ചു പോകാറില്ല. പക്ഷെ നമ്മുടെ വായിന്റെ അകത്താവുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകുന്നു. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ്? അതിന്റെ റീസണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. മാർബിൾ അറിയാം നമുക്കൊരു ഹാർഡ് മെറ്റീരിയൽ ആണ്. Put a small pieces of marble in dilute hydrochloric acid. മാർബിളിനെ നമ്മൾ എന്തിലേക്കാണ് ഇടുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഇടും. എക്സാമിൻ ആഫ്റ്റർ എ വൈൽ. അതിനുശേഷം കുറച്ച് നേരം നമ്മൾ അത് നിരീക്ഷിക്കുകയാണ്. അപ്പോൾ വാട്ട് ചേഞ്ചസ് ഡു വി ഒബ്സർവ് ഇൻ ദ മാർബിൾ പീസ്? ഈ മാർബിൾ പീസിൽ നമ്മൾ എന്ത് മാറ്റുക കാണുക? ആസിഡ് റിയാക്ട് വിത്ത് മാർബിൾ ആൻഡ് ഡിസോൾവ്സ് ഇറ്റ് അല്ലെ? ആസിഡ് ഈ മാർബിൾ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് ഫുള്ളും അതിലേക്ക് അലിഞ്ഞു ചേരും. ടൂത്ത് ഡീക്കേ. എനാമൽ ഇസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ടീത്ത്. അപ്പൊ ടീത്തിന്റെ ഏറ്റവും പുറമേയുള്ള പാളി എന്താണ്? എനാമൽ. ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും ബലമുള്ള അവയവം ഏതാണ്? ഇറ്റ് ഈസ് ദ ഇനാമൽ. It is not easy to destroy enamel. The enamel, what is that compound? Calcium compound. It react with acid and get destroyed in the same way as a marble. അല്ലേ? അതെന്താണ്? അത് ആസിഡ് ആയിട്ട്, ഈ കാൽഷ്യം കോമ്പൗണ്ട് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് get destroyed. How? In the same way as a marble react with the hydrochloric acid. How does acid come into contact with the teeth? എങ്ങനെയാണ് ഈ ആസിഡ് ടീത്തുമായിട്ട് കോണ്ടാക്ട് ആവുക? When food remains stuck to the teeth. അല്ലെ? നമ്മള് ഫുഡൊക്കെ കഴിച്ച ശേഷം ചില പാർട്ടിക്കിൾസ് ഉണ്ടാവും ടീത്തിന്റെ അകത്ത് അല്ലെ? അപ്പൊ എന്താവും? ആ ടീത്ത് ബാക്ടീരിയ എന്ത് ചെയ്യും? അതിൽ ബാക്ടീരിയ ജെർമിനേറ്റ് ചെയ്യും. എന്നിട്ട് ആ ബാക്ടീരിയ ആ ഫുഡിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ഫീഡ് ചെയ്യും. അപ്പൊ as a result lactic acid is produced which causes, അപ്പൊ എന്താണ്? അതൊരു ആസിഡ് ആയില്ലേ? അപ്പൊ അത് destructions of the enamel will result. Sweet foodstuff accelerates bacteria. അപ്പൊ സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ അത് ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ആക്സിലറേറ്റ്സ് ബാക്ടീരിയൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ വി ഷുഡ് ക്ലീൻ അവർ മൗത്ത് ആഫ്റ്റർ ഫുഡ്. ഷുഡന്റ് ബി അല്ലെ? എപ്പോഴും ഭക്ഷണം കഴിച്ച ശേഷം നമ്മുടെ വായൊക്കെ വൃത്തിയായി കഴിയണം. ഡു യു നൗ റിയലൈസ് ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീനിങ് യുവർ ടീത്ത് ആഫ്റ്റർ ഫുഡ്? ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ക്ലീൻ ചെയ്യണം എന്നുള്ളത്? അപ്പൊ രണ്ട് സ്റ്റുഡൻസ് ഹിമ ആൻഡ് സുരേഷ് were talking. What were they saying? I clean my teeth very carefully at night. Remove all food remains from my teeth. So I don't care much about that in the morning. അപ്പൊ ഇവിടെ എന്താ പറയണത്? ഞാൻ എല്ലാ ദിവസവും എന്റെ പല്ല് രാത്രി നല്ലോണം വൃത്തിയാക്കാറുണ്ട്. ഒരു ഭക്ഷണ സാധനം പോലും അതിൽ അവശേഷിപ്പിക്കാറില്ല. അപ്പൊ എന്താണ്? എനിക്ക് കുറച്ച് മാത്രം ശ്രദ്ധിച്ചാൽ മതി പകല് പല്ല് വയ്ക്കുന്ന സമയത്ത്. ബോയ് എന്താ പറയണേ? I clean my teeth carefully every morning. So I don't care much about it at night. അപ്പൊ ഇത് പറയണത് എന്താ? എല്ലാ ദിവസവും രാവിലെ ഞാൻ നല്ലവണ്ണം ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് രാത്രി വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. Which of this is your habit? ഇതിൽ നിങ്ങളുടെ സ്വഭാവം ഏതാണ്? Which habit should be practiced for the health of teeth? പല്ലിന്റെ ആരോഗ്യത്തിന് എന്താണ് നമുക്ക് നോക്കേണ്ടത്? മിൽക്ക് ടീത്ത്. Do you have a little brother or sister? നിങ്ങൾക്ക് ഒരു ചെറിയ അഞ്ചനോ അഞ്ചത്തിയോ ഉണ്ടോ? Have you noticed teeth sprouting in the mouth of small children? ചെറിയ കുട്ടികളിൽ പല്ല് പൊട്ടി മുളച്ചു വരുന്നത് കണ്ടിട്ടുണ്ടോ? At what age do teeth sprout in children? ഏത് വയസ്സിലാണ് ഈ കുട്ടികളിൽ പല്ലൊക്കെ വരുന്നത്? How many teeth do you have? നിങ്ങൾക്ക് എത്ര പല്ലുണ്ട്? Do all the teeth which sprouted first remain even now? ആദ്യം ഉണ്ടായ പല്ലുകളൊക്കെ ഇപ്പോഴും ഉണ്ടോ? It is at the age, അപ്പൊ ഏത് ഏജിലാ? Approximately 6 months the teeth started sprouting അല്ലെ? 6 മാസം തുടങ്ങിയിട്ട് ഈ കുട്ടികളിൽ പല്ല് മുളച്ചു വരും. പിന്നെ these teeth are known as, ഈ ടീത്തിനെ നമ്മൾ എന്താ പറയാ? മിൽക്ക് ടീത്ത് എന്ന് പറയും. 10 teeth each would appear on the upper end. 10 അല്ലെ? മുകളിലും താഴെയും 10 വീതം ടീത്തുകളാണ് അപ്പിയർ ചെയ്യുക. The milk teeth started falling from the age of 6. മിൽക്ക് ടീത്ത് ഇല്ലേ? പാൽപ്പല്ല്. അത് 6-ാം വയസ്സ് മുതൽ അത് പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. Permanent teeth are those which appear after that. അതിനുശേഷമാണ് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ടീത്ത് വരിക. If any of them breaks or falls off, അതിൽ ഏതെങ്കിലും പൊട്ടുകയോ ഉടഞ്ഞു പോവുകയോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്താവും? പുതിയത് ഉണ്ടാവുകയില്ല. Those which grow last are the molars and the end of the gum. അതായത് ഏറ്റവും അവസാനം ഉണ്ടാവുന്നതാണ് എന്ത്? മൊളാസ്. At the end of the gum. To chew and grind. Are all our teeth similar? നമ്മുടെ എല്ലാ പല്ലുകളും ഒരുപോലെയാണോ? Is there any difference in the use of each? എല്ലാത്തിലും എന്തെങ്കിലും വ്യത്യാസം നമ്മൾ കാണാറുണ്ടോ? Examine the details and the table and note them in the science diary. അപ്പൊ ഇതിൽ ഈ ചിത്രത്തിൽ എന്താ തന്നിരിക്കുന്നത്? ഇൻസിസേഴ്സ് അല്ലെ? മുകളിലെ ഫ്രണ്ടിലെ രണ്ട് പല്ലുകളെയാണ് നമ്മൾ ഇൻസിസർ എന്ന് പറയുക.
അതിന്റെ തൊട്ടടുത്തുള്ളതിനെ കനൈൻ എന്ന് പറയും അല്ലെ. പിന്നെ രണ്ട് തടിച്ച പല്ലുകളെ പ്രീമോളാർ, അതിന്റെ അടുത്തുള്ളതിനെ മൊളാർ. ഇത് 14 വയസ്സുള്ള ഒരു കുട്ടിയിൽ കാണുന്ന പല്ലിന്റെ ചിത്രമാണിത്. ഓക്കെ. Then here it is given incisor, that is 8 teeth in the front, 4 above and 4 below അല്ലെ. 8 പല്ല് ഫ്രണ്ടിലുള്ളത് അതെങ്ങനെയാ? 4 മുകളിലും 4 താഴെയും. അതിനെയാണ് ഇൻസിസർ എന്ന് പറയുക. ഹെൽപ് ടു ബൈറ്റ് ആൻഡ് കട്ട്. ആദ്യം ഫുഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിനൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ഇൻസിസർ. കനൈൻ 4 teeth near the incisors on both sides above and below അല്ലെ. 4 ടീത്ത് above and below 2 each, helps to tear off footstep. എന്താണ്? കടിച്ചു മുറിച്ച് പറിക്കാനുള്ളതാണ് ഈ കനൈൻ. പ്രീമോളാർ 8 teeth next to canines on both sides above and below അല്ലെ. കനൈന്റെ തൊട്ടടുത്താണ് എന്തുള്ളത്? പ്രീമോളാർ ഉള്ളത്. അതെന്തിനാ? chew and grind ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. മൊളാറോ 12 teeth next to premolars above and below അല്ലെ. 12 പല്ലുകൾ മൊളാർ പ്രീമോളാറിന്റെ ശേഷം. പിന്നെയോ ഇതിനും സെയിം ആക്ടിവിറ്റി തന്നെ, ഗ്രൈൻഡ് ആൻഡ് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. Premolars and molars are generally called, premolariനെയും മൊളാറിനെയും കോമൺ ആയിട്ട് നമ്മൾ എന്താ പറയുക? മോളാർ ടീത്ത് എന്ന് പറയും അല്ലെ. A total of 32 teeth are seen in adults. 32 പല്ലുകളാണ് നമ്മൾ മുതിർന്നവർക്ക് കാണാറ്. Are the teeth of other animals similar to others? വേറെ മൃഗങ്ങളുടെ പല്ലുകൾ നമ്മളുടേതായിട്ട് റിലേഷൻ ഉണ്ടാവും. How is the shape of the teeth related to their food habit അല്ലെ. ഫുഡ് ഹാബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മെജോറിറ്റി ഓഫ് ദ ടീത്ത് ഓഫ് ദ ആനിമൽസ് അല്ലെ. Carnivores have canine teeth which can tear off food. അപ്പോൾ ഈ ആനിമൽസിന് കഴിക്കണ മൃഗങ്ങളുണ്ടല്ലോ, അവർക്ക് എന്താവും? കനൈൻ ടീത്ത് ക്യാൻ ടിയർ ഓഫ് അല്ലെ. ഫുഡിനെ വലിച്ചു കീറാൻ സഹായിക്കുന്ന തരത്തിലുള്ള പല്ലുകളാണ് അവർക്കുള്ളത്. ഹെർബിവോറസ് ഹാവ് ടീത്ത് ലൈക്ക് കട്ടിൻ, ഹെൽപ്പ് ഇൻ കട്ടിങ്ങും ച്യൂയിങ്ങും അത് ചെയ്യാനുള്ളത്. സീ ഹിയർ ദ ടീത്ത് ആൻഡ് ഗ്രൈൻഡിങ് ഫുഡ്. ദ ജേർണി ഓഫ് ഫുഡ്. ഇനി ഭക്ഷണത്തിന്റെ യാത്രയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അല്ലെ. വേർ ഡസ് ദ ഫുഡ് ച്യൂഡ് ആൻഡ് ഗ്രൈൻഡ് ഇൻ ദ മൗത്ത് മൂവ്. അപ്പോൾ വായിന്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം ഗ്രൈൻഡ് ചെയ്തു, ച്യൂ ചെയ്തു, കട്ട് ചെയ്തു, ക്രഷ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ട്രേസ് ദ പാത്ത് ഓഫ് ദ ഫുഡ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അതിനുശേഷം എന്താ ചെയ്യുക? ശേഷം ചെയ്യണ പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് പിക്ചറിൽ കാണുന്നത് ഒരു ഇഡ്ഡലിയാണ്. ഐ വാസ് സിറ്റിംഗ് വെരി ഹാപ്പിലി ഇൻ എ വെസൽ. ഞാൻ ഒരു പാത്രത്തിൽ സന്തോഷമായിട്ട് ഇരിക്കുകയായിരുന്നു. അൺഎക്സ്പെക്ട്ലി ഐ ഗോ ട്രാപ്ഡ് ഇൻ ദ മൗത്ത്. പെട്ടെന്നാണ് ഞാൻ വായിന്റെ അകത്തേക്ക് പെട്ടത്. ഐ വാസ് പ്രസ്ഡ് ആൻഡ് സ്ക്യൂസ്ഡ് ഈവൻ ബിഫോർ ഐ കുഡ് എൻ്റർ ദ മൗത്ത്. വായന്റെ അകത്ത് ചെന്ന ഉടനെ എന്നെ പ്രസ് ചെയ്തിട്ട് സ്ക്യൂസ് പിഴിഞ്ഞ്, അതായത് പല്ലുകളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ചെയ്യാണ്. ആൻഡ് വാട്ട് ടു സേ അബൌട്ട് മൈ സ്റ്റോറി ഇൻ ദ മൗത്ത്. സോറി. അപ്പൊ വായുടെ അകത്തുള്ള എന്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹൗ ക്രൂവലി ദ ട്രീ ട്രീറ്റഡ് മീ അല്ലേ. ടീത്ത് ഭയങ്കര ക്രൂവൽ ആയിട്ടാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. ദേ കട്ട് ദെൻ ക്രഷ്ഡ് ആൻഡ് വെൻ ഐ ട്രൈ ടു എസ്കേപ്പ് ദ ടങ് ത്രൂ മീ അഗെയിൻ ബിഫോർ ദ ടീത്ത്. ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ടങ് എന്ത് ചെയ്തു? പിന്നെ പല്ലിന്റെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തു. വാട്ട് ഹാപ്പൻ ടു ദ ഇഡ്ലി നെക്സ്റ്റ്? വേർ ഓൾ ഡിഡ് ദ ഇഡ്ലി റീച്ച്? അപ്പൊ എന്താ ഇഡ്ലിക്ക് സംഭവിച്ചത്? സ്റ്റൊമക്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റൊമക്കിനെ കുറിച്ച്. ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക് ഫ്രം ദ മൗത്ത് ത്രൂ ദ ഈസോഫാഗസ്. അന്നനാളത്ത് കൂടെ. അതെന്താ? ഫുഡ് എവിടെ റീച്ച് ചെയ്യുക? ഫുഡ് എവിടെ റീച്ച് ചെയ്യും? ടു ദ സ്റ്റൊമക്. ഇറ്റ് ഈസ് എ വേവ് ലൈക്ക്. എങ്ങനെ? വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ് അല്ലെ. ഈസോഫാഗസ് which enables this. Esophagus ആണ് ഇത് എനേബിൾ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്ന് പറയുക. Due to this movement of the stomach wall, food is rendered paste like inside the stomach. അപ്പൊ ഈ ഒരു മൂവ്മെന്റിന്റെ സഹായത്തോടു കൂടിയാണ് ഫുഡ് എന്ത് ചെയ്യുക? പേസ്റ്റ് ആയിട്ട് നമ്മുടെ വയറിന്റെ അകത്തേക്ക് ചെല്ലുക. The digestive enzyme produced by the stomach digest food chemically to us. അപ്പൊ ഫുഡ് ആദ്യം വായിന്റെ പ്രോസസ് ഒക്കെ കഴിഞ്ഞ ശേഷം ഗ്രൈൻഡിങ്ങും ച്യൂയിങ്ങും അതൊക്കെ കഴിഞ്ഞ ശേഷം ഫുഡ് നേരെ എങ്ങടേക്കാ വരിക? It reaches the stomach through the esophagus. അപ്പൊ ഈസോഫാഗസിൽ റീച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കണേ? ആ ഈസോഫാഗസിൽ വേവ് ലൈക്ക് മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? പെരിസ്റ്റാൾസിസ് എന്ന് പറയാ അല്ലെ. ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ദ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഓഫ് ദ സ്റ്റൊമക് വാൾ, ഫുഡ് എന്താവും? റെൻഡേർഡ് പേസ്റ്റ് ലൈക്ക് ആയിട്ട് റീച്ച് ദ സ്റ്റൊമക്. ഇനി സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈനിൽ എത്ര മീറ്റർ ലോങ്? 6 മീറ്റർ ലോങ്. ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ഹിയർ. അപ്പൊ ഫുഡിന്റെ ഡൈജഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യണത് എവിടെയാണ്? സ്മോൾ ഇൻഡസ്റ്റൈനിൽ. ന്യൂട്രീഷൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ്ഡ് ടു ദ ബ്ലഡ് അല്ലെ. ഇതിന്റെ ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ് ചെയ്തതൊക്കെ എവിടേക്ക് ചെല്ലും? ബ്ലഡിലേക്ക് ചെല്ലും. ലാർജ് ഇൻഡസ്റ്റൈൻ. ലാർജ് ഇൻഡസ്റ്റൈൻ ഇസ് ദ ബോർഡർ ഇൻഡസ്റ്റൈൻ ഫോളോയിങ് സ്മോൾ ഇൻഡസ്റ്റൈൻ. അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈനെ തുടർന്ന് വരുന്നതാണ് എന്ത്? ബോർഡർ ഇൻഡസ്റ്റൈൻ. ബോർഡറിലാണ് എന്ത്? ലാർജ് ഇൻഡസ്റ്റൈൻ. ആൻഡ് ഈസ് അബൌട്ട്, അതിന്റെ ലെങ്ത് എത്രയാണ്? 1.5 മീറ്റർ ലോങ് അല്ലെ. ലാർജ് ഇൻഡസ്റ്റൈൻ 1.5 മീറ്റർ, സ്മോൾ ഇൻഡസ്റ്റൈൻ ആണെങ്കിൽ 6 മീറ്റർ. ഓക്കെ. പിന്നെ
Absorption of water containing എന്തൊക്കെയാണ് വാട്ടറിൽ എന്തുണ്ട് മിനറൽസും സോൾട്സും ഇവിടെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുക. വാട്ട് റിമെയിൻ ആഫ്റ്റർ ദിസ് ഇസ് ദ ഫീഷീസ്. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ റെക്ടം. റെക്ടത്തിലാണ് അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻഡ് എക്സ്പെൽഡ് ത്രൂ ദ ആനസ്. expelled through the anus. Now complete the journey of Italy adding necessary information. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പോയിട്ട് നമ്മൾ എന്താ അവിടെ നിന്ന് എവിടേക്കാണ് റീച്ച് ചെയ്യുക? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ റീച്ച് ചെയ്യും. അത് 1.5 മീറ്റർ ലോങ് ആണ്. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ കണ്ടെയ്നിങ് മിനറൽസും സോൾട്ടും എവിടെയാണ് നടക്കുക? അത് ഇവിടെയാണ് നടക്കാറ്. ടേക്ക് പ്ലേസ് ചെയ്യുക. വാട്ട് റിമെയിൻ ആഫ്റ്റർ ദിസ് ഈസ് ദ ഫീഷ്യസ് അല്ലേ, എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ്. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ റെക്ടം ആൻഡ് എക്സ്പെൽഡ് ത്രൂ ദ ആനസ്. റെക്ടത്തിൽ സ്റ്റോർ ചെയ്തിട്ട് ആനസ് കൂടിയാണ് അത് കളയുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം. ഹോപ്പ് യു ആർ ഫെമിലിയർ വിത്ത് ദ പാർട്സ് ഓഫ് ദ ലെ. ഇപ്പം നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു വിധമൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ഈ പിക്ചറിലും നമ്മൾ കാണുന്നുണ്ട് എന്തൊക്കെയാ, സ്നേക്കിന്റെ, ഹെന്നിന്റെ, പിന്നെ ഡോഗ്, കൗ, ഇവിടെയൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡൈജസ്റ്റീവ് പ്രോസസ് ഒക്കെ ഈ പിക്ചറിൽ കാണിക്കുന്നുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ആൽക്കഹോളിസം. ലിക്വർ അഫ്ലിക്ട്സ് ബോൺസ് ഓൺ ദ സോഫ്റ്റ് ലെയേഴ്സ് ഓഫ് ദ സ്റ്റൊമക്. അപ്പൊ ലിക്വർ ഇല്ലേ, കള്ള്, അതെന്ത് ചെയ്യും? ആൽക്കഹോൾ. ഇറ്റ് ഇൻ ടേൺ വ്രണങ്ങൾ ഉണ്ടാക്കും സ്റ്റൊമക്കിന്റെ ലേയേഴ്സിൽ. ചെറിയ ലെയർ അല്ലേ, അപ്പൊ അതിൽ that is it wounds on the stomach. This results in ulcer. Excessive alcoholism എന്തുണ്ടാക്കും? liver cirrhosis ഉണ്ടാക്കും. Liquor causes cancer in the mouth, esophagus, liver and large intestine. Nutrition in amoeba. How many different type of organisms are there around us? Don't all the organisms receive and utilize food from the environment? See the illustration of the process of nutrition അല്ലേ, of amoeba and unicellular organisms. ഫുഡ് ഇൻടേക്ക് നോക്കിയേ. ഫുഡ് ഇവിടെ വന്നിരിക്കും, എൻഗൾഫ് ചെയ്യും, അത് ഉള്ളിലേക്ക് റീച്ച് ചെയ്യും. പിന്നെന്താണ്? റീച്ച് ചെയ്ത ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യും, അബ്സോർപ്ഷൻ, എന്നിട്ട് പിന്നെന്താ? എക്സ്ക്രീഷൻ ആണിത്. ഓക്കെ, ഫുഡ് ഇൻടേക്ക് ചെയ്യുക, ഡൈജഷൻ, അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ. സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ. ന്യൂട്രീഷന്റെ പ്രോസസ്സിൽ ഏതൊക്കെ സ്റ്റേജസ് ആണ് നമ്മൾ പാസ് ചെയ്യണത്? ഫസ്റ്റ് സ്റ്റേജ് ഇസ് ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഇഞ്ചക്ഷൻ. ഫസ്റ്റ് വന്ന് ഇഞ്ചക്ഷൻ. പിന്നെ ഡൈജഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ഓർഗാനിക് ഫാക്ടേഴ്സ് പ്രസന്റ് ഇൻ ദ ഫുഡ് അല്ലെ. ഫുഡിൽ പ്രസന്റ് ചെയ്ത ഓർഗാനിക് മാറ്റർ എന്താണ്? അത് ചെറിയ കോമ്പോണൻസ് ആയിട്ട് നമ്മുടെ ദേഹത്ത് അബ്സോർബ് ആയി പോകും. ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താ? ഓർഗാനിക് ഫാക്ടേഴ്സ് ഇല്ലേ, ഫുഡിൽ പ്രസന്റ് ചെയ്ത ഓർഗാനിക് ഫാക്ടേഴ്സ് ചെറുതായിട്ട് ചെറിയ കമ്പോണൻസ് ആവും. എന്നിട്ട് എന്താണ്? അത് നമ്മുടെ ദേഹം അബ്സോർബ് ചെയ്യും. ദ പ്രോസസ് ഓഫ് ദ ഡൈജസ്റ്റീവ് ഫുഡ് ബീങ് റിസീവ്ഡ് ഇൻ ടു ദ ബോഡി. ബോഡി റിസീവ് ചെയ്യുന്ന അബ്സോർപ്ഷൻ പറയും. Assimilation is the process in which absorbed components become part of a body. Absorbed components body ദേഹത്തിന്റെ ഒരു part ആവും. The byproduct are not useful to the body are eliminated through the process of excretion. അപ്പോൾ ഫസ്റ്റ് പ്രോസസ് എന്താ? ഇഞ്ചക്ഷൻ അല്ലേ. പിന്നെ ഡൈജഷൻ ആണ്. പിന്നെന്താണ്? assimilation. Then came the excretion. Look at the illustration. Oxygen from lungs അല്ലേ, reaches the blood. Urea from liver it reaches the blood. Carbon dioxide from cell reaches the blood. Nutrient from the small intestine also reaches the blood. What are the components reaching the blood? Which among them are required for the body? How are the unwanted substances eliminated? Carbon dioxide is eliminated through respiration. The urea that reaches the blood is not necessary for the body. അപ്പോൾ നമ്മുടെ ദേഹത്ത് നിന്ന് റിലീസ് ചെയ്യണ reaches the blood അല്ലേ. യൂറിയ that reaches the blood, ബ്ലഡിലേക്ക് റീച്ച് ചെയ്യണ യൂറിയ ദേഹത്തിന് ആവശ്യമില്ല. Let us see how it is expelled. Filters of the body. എന്തൊക്കെയാ അത്? 3 tubes are there. One is for the blood vessel that reaches the kidney. Then next the blood vessel that leaves the kidney. One is that reaches. Then next one is that leaves. And third one is the ureter. That is urea plus water plus other components. Examine the components of the both the blood vessel that reaches the kidney and which leaves the kidney. What difference do you see? Can you tell what the function of the what is the function of the kidney is? During സമ്മറിന്റെ സമയത്ത് എന്താണ്? മോർ വാട്ടർ ഈസ് ലോസ്റ്റ് ത്രൂ ദ സ്കിൻ അല്ലെ. സ്കിന്നിൽ കൂടെ ധാരാളം വെള്ളം നഷ്ടപ്പെടാറുണ്ട്. ഹെൻസ് ദർ വുഡ് ബി ലെസ് വാട്ടർ ആൻഡ് മോർ സോൾട്ട് ഇൻ യൂറിൻ. അപ്പൊ കുറച്ച് വെള്ളവും ഉപ്പ് എന്താവും? ധാരാളമാവും. യൂറിൻ സെഷൻ കുഡ് ബി സ്ലൈറ്റ്ലി മോർ യെല്ലോയിഷ്. അപ്പോൾ യൂറിന്റെ കളർ എന്തായിരിക്കും? യെല്ലോയിഷ് കളർ. എക്സ്ക്രീഷൻ ത്രൂ സ്കിൻ. കിഡ്നി ഈസ് എ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ദ ബോഡി അല്ലെ. നമ്മുടെ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? കിഡ്നിയാണ്. എക്സസ് യൂറിയ, വാട്ടർ ആൻഡ് സോൾട്സ് ഇൻ ദ ബ്ലഡ് ആർ ഫിൽറ്റേർഡ് ആൻഡ് എക്സ്പെൽഡ് ഇൻ ദ ഫോം ഓഫ് യൂറിയ. നമ്മുടെ ദേഹത്തിലുള്ള യൂറിയും വാട്ടറും, അമിതമായിട്ടുള്ള യൂറിയും വാട്ടറും സോൾട്ടൊക്കെ എന്താണ്? കിഡ്നി ഫിൽറ്റർ ചെയ്തിട്ട് അത് എക്സ്പെൽ ചെയ്യുക, യൂറിൻ കൂടെ എക്സ്പെൽ ചെയ്യുകയാണ് പതിവ്. ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദിസ് പ്രോസസ് ചിൽഡ്രൻ ഷുഡ് ഡ്രിങ്ക്. ഈ പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ എന്ത്? നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം. എത്ര? 1.5 ലിറ്റർ. അഡൽട്ടിലാണെങ്കിലോ 3 ലിറ്റർ. യൂറിനിൽ എത്രയുണ്ട്? 96% വെള്ളം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതായത് 2 kidneys. This red one is the artery and the blue one is the vein. Then ureter, it is the tube-like structure is the
ureter, urinary bladder. Not passing urine. അല്ല അപ്പൊ ഇത് എന്തൊക്കെയാ സംഭവിക്കണമെന്ന് why do you sweat profusely when all are expelled from the body through sweat? അതായത് യൂറിൻ ശരിക്കും പാസ് ചെയ്യാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, ഹൈജീൻ ആവാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് യൂറിനറി ഡിസീസസ് ഉണ്ടാവുക. സ്വെറ്റ് ആൻഡ് അതർ വേസ്റ്റ് ആർ എക്സ്പെൽഡ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഓഫ് ദ സ്കിൻ അല്ലേ. വേർപ്പും പിന്നെ വേസ്റ്റുകളൊക്കെ എന്താണ് സ്കിന്നിൽ കൂടെ പോവാറുണ്ട്. അക്യുമുലേറ്റ് ഓൺ ദ സ്കിന്നിൽ അടഞ്ഞ് കൂടിയിരിക്കാറുണ്ട്. ഹെൻസ് ദ സ്കിൻ ഹാസ് ടു ബി ക്ലീൻ. അതാണ് എപ്പോഴും സ്കിന്ന് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയാറ്. Do you now understand the importance of carefully cleaning all body parts? അല്ലെ, ബോഡി പാർട്സ് ഒക്കെ ക്ലീൻ ചെയ്യണം. ബാത്ത് ചെയ്യുന്ന സമയത്ത് എല്ലാ ബോഡി പാർട്സും ക്ലീൻ ചെയ്യണം. Is it proper to prevent സ്വെറ്റ്? സ്വെറ്റിന് തടയാൻ പറ്റുമോ? നോ. സ്വെറ്റ് ഈസ് പ്രൊഡ്യൂസ് ബൈ സ്വെറ്റ് ഗ്ലാൻസ്. സ്വെറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണം? സ്വെറ്റ് ഗ്ലാൻസ് ആണ് നമ്മുടെ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യണത്. എക്സസ് വാട്ടർ ആൻഡ് സോൾട്ട് ഇൻ ദ ബോഡി ആർ എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ്. അപ്പോൾ ദേഹത്തിലുള്ള വെള്ളവും സോൾട്ടൊക്കെ എന്താണ്, അത് സ്വെറ്റിൽ കൂടെ എലിമിനേറ്റ് ചെയ്ത് പോവാറാണ്. സ്വെറ്റിംഗ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ അവർ ബോഡി ടെമ്പറേച്ചർ അല്ലേ. വിയർപ്പാണ് എന്ത് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാറ്. ദിസ് കണ്ടീഷൻ ഓഫ് എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ഫ്രം ദ ബോഡി ഈസ് കോൾഡ് ഡീഹൈഡ്രേഷൻ. അപ്പം നമ്മുടെ ദേഹത്ത് നിന്ന് പോകുന്ന വെള്ളവും ഉപ്പും അതിനെ എന്താണ് പറയുക? ഡീഹൈഡ്രേഷൻ എന്നാണ് പറയാറ്. ഓക്കെ. എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ് ആസ് ഇൻ ദ അനിമൽസിലെ പോലെ തന്നെ പ്ലാന്റ്സിന്റെ ബോഡീസിൽ നിന്നും എന്താണ് ധാരാളമായിട്ട് വേസ്റ്റ് എക്സ്ക്രീറ്റ് ആയി പോവാറുണ്ട്. മെയിൻറ്റെയിൻ പ്ലാന്റ് അഡോപ്റ്റ് ടു എലിമിനേറ്റ് ദിസ്. വേസ്റ്റ് മെറ്റീരിയൽ ആർ സ്റ്റോർഡ് ഇൻ ദ ബാർക്ക് വിച്ച് ലേറ്റർ ഗെറ്റ്സ് ഡിറ്റാച്ച്ഡ്. അപ്പൊ ഈ പ്ലാന്റ്സിലേക്ക് ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഈ വേസ്റ്റ് പാർട്ടിക്കിൾസ് അതൊക്കെ ഇൻ ദ ഗം ഫോമിലും ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവാറുണ്ട്. വേസ്റ്റ് മെറ്റീരിയൽ എക്സ്പെൽഡ് ആസ് എക്സുഡേറ്റ്സ് ഫ്രം ദം അല്ലെ. ചില മരത്തിന്റെ ഒക്കെ ഇതിൽ കാണാറില്ലേ നമ്മൾ പശ പോലെയൊക്കെ പുറമേ തള്ളുന്നത്, അത് അതിന്റെ വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്ത് പോണതാണ്. ഫുഡ് ആൻഡ് ഹൈജീൻ. Until now we had been discussing how food is taken into the body and utilized eliminated. അപ്പൊ ഇത്ര നേരം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത്? ഫുഡ് എങ്ങനെയാണ് ബോഡിയുടെ ഉള്ളിൽ ചെന്നതും അതെങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോയതും എന്നതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ് ആർ ടു ബി പ്രാക്ടീസ് ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദ സ്മൂത്ത് ഫംഗ്ഷനിങ്. അപ്പോൾ നല്ല രീതിക്കുള്ള ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യണം. ഇൻ ഓർഡർ ടു ഫോർ ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം ഏതൊക്കെയാണ്? കിഡ്നി, സ്കിന്നും എക്സെട്ര. ഫ്രീക്വന്റ് ഫുഡ് ഇൻടേക്ക് അല്ലെ, ഇടവിട്ട് ഭക്ഷണം ഇൻടേക്ക് ചെയ്യുക. എക്സസ് ഫുഡ് ഇൻടേക്ക്, ഇൻസഫിഷ്യന്റ് ഫുഡ് ഇൻടേക്ക് എക്സ്ക്ലൂഡിംഗ് വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ് മേ കോസ് സെവറൽ ഹെൽത്ത് പ്രോബ്ലംസ്. ഇതൊക്കെയാണ് ഹെൽത്ത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുക. വോണ്ട് യു റൈറ്റ് എനി ഹെൽത്തി ഫുഡ് ആൻഡ് ഹൈജീനിക് ഹാബിറ്റ്സ്? ഇതൊക്കെ നമ്മൾ എന്താണ് ഒരു ചാർട്ടിൽ എഴുതിയിട്ട് പ്രസന്റ് ചെയ്യണം. ദാറ്റ്സ് ഓൾ വി ഹാവ് ലേൺ ഫ്രം ദിസ് ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.